ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ബാരിയറിനെ കുറിച്ചിട്ടാണ്. സ്കിൻ കെയറിനെ കുറിച്ച് പറയുമ്പോഴും സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ഈ ഒരു സ്കിൻ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ ബാരിയറിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് സ്കിൻ ബാരിയർ? സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെയാണ് സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അതേപോലെ എങ്ങനെ റെസ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ സ്കിൻ ബാരിയർ എന്താണെന്ന് പറയാം. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ലെയേഴ്സ് കൂടിച്ചേർന്ന് വരുന്നതാണ്. അതിലെ ഓരോ ലെയറുകൾക്കും നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓരോ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസുകളുണ്ട്. സ്കിന്നിന്റെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് ഈ പറയുന്ന സ്കിൻ ബാരിയർ. നമ്മുടെ ചുറ്റുപാടിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻസ്, വൈറസ്, ബാക്ടീരിയ ഇവയെല്ലാം സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ആകാതെ നമ്മുടെ ബോഡിയെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ സ്കിൻ ബാരിയർ ആണ്. കൂടാതെ നമ്മുടെ ബോഡിയുടെ വാട്ടർ ബാലൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഈ സ്കിൻ ബാരിയർ ആണ്. നമ്മുടെ സ്കിൻ ബാരിയറിന് ചെറുതായിട്ടൊരു അസിഡിക് നേച്ചർ ആണുള്ളത്. സ്കിന്ന് ഡാമേജ് ആക്കുന്ന അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന ബാക്ടീരിയ, വൈറസ് ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് ഇല്ലാണ്ടാക്കുന്നത് ഈ ഒരു സ്കിൻ ബാരിയറിന്റെ അസിഡിക് നേച്ചറാണ്. അപ്പോൾ എന്താണ് സ്കിൻ ബാരിയർ എന്നും അത് എത്രത്തോളം നമ്മുടെ ബോഡി ആയാലും ഹെൽത്തിനെ ആയാലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നാണ്. അന്തരീക്ഷം വളരെ ഡ്രൈ ആവുന്നതും ഹ്യൂമിഡിറ്റി കൂടുന്നതൊക്കെ സ്കിൻ ബാരിയർ ഡാമേജ് ആകുന്നതിന് ഒരു റീസൺ ആണ്. പിന്നെ സ്കിന്നിന് ഒരുപാട് സൺ എക്സ്പോഷർ ഉണ്ടാവുന്നത്, ആൽക്കലൈൻ സോപ്പ് ഉപയോഗിക്കുന്നത്, ഹാർഷ് കെമിക്കൽസ് ആയിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് സ്കിൻ ഓവർ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർ വാഷിംഗ് ചെയ്യുന്നത്, സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം സ്കിൻ ബാരിയർ ഡാമേജ് ആകാൻ കാരണമാവുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇനി പറയുന്നത് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ്. സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് തോന്നുന്നുണ്ട്, സ്കിന്നിൽ തൊലി ഇളകി പോകുന്നുണ്ട്, ചൊറിച്ചിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ വീക്കാണ്, ഡാമേജ്ഡ് ആയിട്ടുണ്ട്. പിന്നെ സ്കിന്നിൽ റഫ് ആയിട്ടുള്ള ഡിസ്കളേർഡ് പാച്ചസ് ഉണ്ടാവുക, റെഡ്, പിങ്ക്, പർപ്പിൾ, ബ്രൗൺ, ബ്ലാക്ക്, ബ്ലൂ ഈ ഒരു കളറിലൊക്കെ പാച്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണ്. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആവും. പിന്നെ നിങ്ങളുടെ സ്കിന്ന് മുൻപത്തെക്കാളും സെൻസിറ്റീവായി വരുന്നുണ്ട്, ഇൻഫ്ലമേഷൻ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ വീക്കാണ്. പിന്നെ സ്കിന്നിന്റെ ബാക്ടീരിയൽ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്, സ്കിന്നിന് ബേണിംഗ് സെൻസേഷൻ തോന്നുന്നത്, നമ്മൾ ഭയങ്കര ഏജ്ഡ് ആയിട്ട് തോന്നുന്നത്, സ്കിന്നിൽ ഒരുപാട് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഉണ്ടാവുന്നത്, ഇത്രയും കാര്യങ്ങൾ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിൻ ബാരിയറിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഹെൽത്തി ആണോ അതോ ഡാമേജ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടേത് ഹെൽത്തി സ്കിൻ ബാരിയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നും ഡാമേജ്ഡ് ആണെങ്കിൽ എങ്ങനെ റെസ്റ്റോർ ചെയ്യാമെന്നുമാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ വളരെ സിമ്പിൾ ആക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഡെയിലി സ്കിൻ റെജിമെൻ ഒരു ബാസ്ക്കറ്റ് ഫുള്ള് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി അവരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മുടെ കുറേ അധികം ഫൈൻഡിങ്സ് ഒന്നും നമ്മുടെ മുഖത്ത് പരീക്ഷിക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ സ്കിന്നിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റെജിമെൻ ബിൽഡപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സിമ്പിൾ സ്കിൻ കെയർ എന്ന് പറയുമ്പം CTM റൂട്ടീൻ ഫോളോ ചെയ്യുക, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ കൂടി ആഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ കൂടെ നിങ്ങളുടെ സ്കിന്നിൽ മൈൽഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഫേസർ ഉപയോഗിക്കാം. ഈ രീതിയിൽ സ്കിൻ കെയർ സിമ്പിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. ഇനി പറയുന്നത് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് പ്ലാന്റ് ഓയിൽസ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ചില പ്ലാന്റ് ഓയിൽസിന് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും മോയ്സ്ചർ ലോസ് ആകുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ ഓയിൽസിന് ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് എഫക്റ്റുകളൊക്കെ ഉണ്ട്. കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിൽസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോജോബോ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ആർഗൻ ഓയിൽ, റോസിപ്പ് ഓയിൽ ഈ ഓയിൽസ് വരുന്ന ക്രീംസ്, ലോഷൻസ് അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. സ്മോൾ എമൗണ്ടിൽ എടുത്തിട്ട് അതൊന്ന് അബ്സോർബ് ആവുന്ന വരെ ജെന്റ്ലി ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് സ്കിൻ ബാരിയറിന്റെ റിപ്പയറിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് സെറാമൈഡ്സ് വരുന്ന ഫോർമുലേഷൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പുറമേ ഉള്ള ഈ സ്കിൻ ലെയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയറിൽ ഓൾറെഡി സെറാമൈഡിന്റെ കണ്ടന്റ് ഉണ്ട്. സ്കിൻ ബാരിയറിന്റെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഈ സെറാമൈഡിന്റെ കണ്ടന്റ് നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിന് വേണം. സ്കിൻ ബാരിയറിന്റെ ഫംഗ്ഷൻസ് ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ്, ഇച്ചിനെസ് ഒക്കെ വരാം. ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സെറാമൈഡ്സ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറാമൈഡ് റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ച് നോക്കാം. അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഹൈലൂറോണിക് ആസിഡ്, പെട്രോലാറ്റം, ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ
മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതാണ്. പെട്രോലാറ്റം വരുന്ന മോയ്സ്ചറൈസേഴ്സിന് നമ്മുടെ സ്കിൻ ബാരിയറിന്റെ മോയ്സ്ചറൈസർ സീൽ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതിന് 99% വാട്ടർ ലോസ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഹ്യൂമക്ടൻസിന് നമ്മുടെ സ്കിൻ ബാരിയറിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഹൈലറോണിക് ആസിഡ്, ഗ്ലിസറിൻ, ഹണി, യൂറിയ തുടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സ്, ഇപ്പോൾ ഹൈലറോണിക് ആസിഡ് ഒക്കെ സിറായിട്ട് വരുന്നുണ്ട്, അങ്ങനെ ഉപയോഗിക്കാം. മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുളി കഴിഞ്ഞ് നമ്മുടെ സ്കിന്ന് മോയ്സ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കിൻ ബാരിയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.